എടാ നമ്മൾ പറഞ്ഞിടത്തോടെ എന്തായാലും കൊണ്ട് എത്തിച്ചിട്ടുണ്ടാ മുത്തേ നമ്മളെ പയ്യെ. എന്തായാലും പരുന്ത് വാസു CPM നൻപേ എന്തായാലും ഓക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. സ്ഥലം കണ്ടല്ല മുത്തേ, സ്ഥലം കണ്ടല്ല മുത്തേ. എടാ അവൻ വണ്ടി എടുത്തുകൊണ്ട് പോയാ ABCD പോലും അറിയില്ലെന്ന് അവൻ അങ്ങോട്ട് പോയി. കുഴപ്പമില്ല നമുക്ക് എന്തായാലും ഞാൻ എന്തായാലും ഇതിനകത്ത് കയറിക്കാൻ പോണ് ഗായ്സ്. നമുക്ക് എല്ലാവരും വന്നോ പുഷപ്പ് ചലഞ്ച് എടുക്കാൻ പോണ്. ഈ ചലഞ്ച് സ്റ്റാർട്ടായി കഴിഞ്ഞിട്ട് പാതിക്ക് വന്നിട്ട് എനിക്കും ഈ ചലഞ്ച് കയറണം എന്ന് പറഞ്ഞാൽ ഞാൻ കയറ്റൂല. കാരണം വെച്ചാൽ അത് ബാക്കിയുള്ളവരെങ്കിലും ഒറ്റ അടിപ്പിക്കണവരായി പോവും. എന്തായാലും നോക്കാം, എന്തായാലും അങ്ങോട്ട് പോവാം. റുബെക്സ് പടുപ്പി പുതിയ നെയിമായി. എടാ സത്യമാടാ, റുബെക്സ് പടുപ്പി ഏറ്റവും ഫ്രണ്ടിൽ കണ്ട തൊപ്പി വെച്ചിരുന്നത് മുത്തേ. ഞാൻ ഏറ്റവും ബാക്കിൽ, എനിക്കാണെങ്കിൽ ആരെയും കാണാൻ പോലും ഇല്ല. എൻ്റെ അടുത്ത് ഒറ്റ എടുത്തില്ലടാ മുത്തേ. റുബെക്സൊക്കെ ഏറ്റവും ഫ്രണ്ടിൽ. എന്ത് മുത്തേ, ഡ്രൈവറിൻ്റെ തൊട്ട് ബാക്കിലിരിക്കുന്നു. എന്തെല്ലാണെന്നാണ് ഇതൊക്കെ. ആര് മുത്തേ ബ്രോ? മൈ ബസ് ഗോ എന്നാ അകത്തോട്ട് കയറണം. ഇതല്ലേ, ഇത് തന്നെ മുത്തേ. നീ സിതാനാണ് അവിടെ എനിക്ക് പൈസ വണ്ടി ഇങ്ങനെ തന്ന് മറിച്ചുകൊണ്ടിരിക്കണം മുത്തേ. നിൻ്റെ അടുത്ത് ഒരു എത്ര ടാങ്ക് യു മുത്തേ ഒരു ഇതിൽ പറയണ? ടാങ്ക് യു മുത്തേ, ഉള്ള കാര്യം പറയാല്ലേ. ഒരുത്തർ റെഡി ആയിട്ട് അവിടെ കണ്ട കയ്യൊക്കെ തിരുമ്മി നിൽക്കണത്. ആര് ഈ നിൽക്കണത് മുത്തേ? ആര് നീ? നോക്കട്ടെ പേര് ഞാൻ കണ്ടോട്ട്. ഓ നൻപ ഹസൻ. എടാ ഹസനന്ന്, ഓ എടാ അന്ന് നൻപനുണ്ടല്ലോ ഹസൻ നൻപ, അന്ന് ജസ്റ്റ് മിസ്സിനാണ് തോറ്റ. ഓക്കെ, അപ്പോൾ ഇതൊരു രണ്ടാമതൊരു ചാൻസും കൂടിയാണ്. ഓക്കെ ലെറ്റ്സ് ഗോ ബ്രോ. താങ്ക്സ് മച്ചാ. ലെറ്റ്സ് ഗോ. 100 കാർ. എടാ എല്ലാവരും ചലഞ്ച് തുടങ്ങാനുള്ളതാണ്. അവസാനം വൈകി പോയെന്ന് പറയില്ല. എല്ലാവരും വരാൻ നോക്ക്. സൂയ് നൻപനൊക്കെ ഇവിടെ. എൻ്റെ ഫോൻ സൂയ് നൻപ. പരന്തു വാസു വാണ്ട് ടു സെൻഡ് യു മണി. എടാ എൻ്റെ ഉണ്ട് 50 മില്യൺ ആരും പൈസ അയക്കണ്ട. മാറിപ്പോയി. $50 മില്യൺ ആയി ഗൈസ്, മണി അയക്കണ്ട. എടാ ഇതിപ്പോൾ ഇത്ര അയാൻ ഫിറ്റ് വന്നിട്ടുണ്ട്. റുബെക്സേ വന്നോ? നീയൊക്കെ ഞാൻ ചലഞ്ചിന് ഇറങ്ങല്ല കേട്ടോ. ഞാൻ ഇത് കാണാൻ നിൽക്കാം. ഓക്കെ, ഞാൻ ഇത് സ്പോൺസർ ചെയ്യണ ആളാണ്, മനസ്സിലായില്ല. ജയിക്കണ ആൾക്ക് 5 ലക്ഷം രൂപ ഞാൻ അയച്ചു കൊടുക്കാം. അങ്ങനെ ഇതാക്കെ കോപ്പി മൈ നെയിം എന്നാ. എടാ താരം അവിടെ ഒറ്റയ്ക്ക് ഇരിക്കണമത്തേ. അവിടെ ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ള പാർട്ടി. മറ്റേ മത്സരത്തിൽ വന്നിരിക്കുന്ന ആൾക്കാർ റുബെക്സ്, അയാം 50, ഹസൻ നൻപൻ 3 പേര് വന്നിട്ടുണ്ടേ. എല്ലാവരും ഇപ്പോൾ റൂമിൽ 11 പേരുണ്ട്. പക്ഷെ അവരൊക്കെ പലയിടത്ത് കിടക്കുവാണ് മുത്തേ. അതാണ് പിന്നെ ഒരു വിഷമം. പാതിക്ക് വന്ന് കയറാൻ ഇവരൊക്കെ ഇവിടെ നിൽക്കണേ ഉള്ളൂ. ഇവരെയൊക്കെ ഞാൻ എന്ത് പറയട്ടെന്നാണ്. റെഡ് ബോക്സ് ബ്രോ പറ. വെയിറ്റ് ബ്രോ. ഓക്കെ ഗായ്സ്, കുറച്ചു വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ചലഞ്ച് എടാ എന്തോന്ന്. എടാ നിങ്ങൾ കുറച്ച് വാമപ്പൊക്കെ ചെയ്യുക. അപ്പോഴത്തേക്ക് ഞാൻ എന്തായാലും കുറച്ചുകൂടെ വെയിറ്റ് ആക്കാം. തന്നെ കുറച്ച് നമുക്ക് വെയിറ്റ് ആകാം കഴിച്ച്. അപ്പോഴത്തേക്ക് നിങ്ങൾ വാമപ്പ് ചെയ്യും. ഓക്കെ, അത് തന്നെ, അത് ഡബിൾ ഐഡിയ അല്ലേ മുത്തേ. അപ്പോഴത്തേക്ക് നിങ്ങൾ കയ്യൊക്കെ കുറച്ച് തിരുമ്മി മസാജ് ചെയ്ത് ഡബിൾ ഐഡിക്ക് ചലഞ്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എടാ ചലഞ്ചിൻ്റെ റൂൾ ഇതാണ്. നമ്മൾ പുഷപ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എണീക്കുകയോ കയ്യൊന്ന് മാറ്റുകയോ ചെയ്താൽ അടുത്ത സെക്കൻഡ് അവ ഔട്ടാണ്. നൻപൻ ഹസനൊക്കെ അതറിയാം. ഹസൻ ഒരു തവണ ചലഞ്ച് വന്നിട്ടുള്ള ആളാണ്. റുബെക്സ് ആ സമയത്തില്ലായിരുന്നല്ലോ. റുബെക്സ് സമയത്തില്ലായിരുന്നു. ആ ഷെയിം കൊള്ളാം, ജയിക്കുന്നവർക്ക് 5 lakhs. നൈസ്. അവിടെ അത് തന്നെ, അത് നമ്മൾ മുമ്പ് ചലഞ്ച് ചെയ്തപ്പോൾ അതായിരുന്നു മുത്തേ. 5 ലക്ഷം രൂപയാണ് ചലഞ്ച്. 5 ലക്ഷം രൂപ പ്രൈസ് പൂള്. ഞാനാണ് സ്പോൺസർ ചെയ്യാൻ നിൽക്കണം. ഞാൻ കളിക്കാൻ ഇറങ്ങാനില്ല ഇത്തവണ. കഴിഞ്ഞ തവണ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഞാൻ കളിക്കാൻ ഇറങ്ങണില്ല. എന്തായാലും നമുക്ക് നോക്കാം. നിങ്ങളെന്തായാലും കാത്ത് നിൽക്കും മുത്തേ. ഇതൊരു 1.5 കളിയായിരിക്കും. അവസാനം നോക്കാം. കയ്യൊക്കെ കിഴച്ച് ഓടിയും മുത്തേ. അതിനൊന്നും പിന്നെ പറഞ്ഞിട്ടില്ല. മണിക്കൂർ കണക്കിന് ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരാൾ ഔട്ടാവാൻ. അതൊന്നും നമ്മൾ വിഷയമാക്കില്ല. ചലഞ്ച് തുടങ്ങിയാൽ ജയിച്ചിട്ട് നമ്മൾ അനങ്ങും. കഴിഞ്ഞ ചലഞ്ച് കണ്ടവർക്കറിയാം. എന്തായാലും നമുക്ക് നോക്കാം. ഗ്രാഫിക്സ് കുറഞ്ഞില്ല. നല്ല കാര്യം. കുറഞ്ഞതിന് സീനായന. ഐ ആം റെഡി.
ചലഞ്ച് തുടങ്ങോടാ ഗൈസ്. എല്ലാവരും വന്നാ? ഇനി ആരെങ്കിലും ആരൊക്കെ പറഞ്ഞേ ഉള്ളു? എല്ലാം റെഡിയാണ് ഗൈസ്. ഗൈസ് എല്ലാം റെഡിയാവും കേട്ടാ. ഇപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എടുത്താൽ നിങ്ങൾക്ക് കൈ ക്ഷീണിക്കും കേട്ടോ. പിന്നെ പറയല്ല എൻ്റെ അടുത്ത് ലൊട്ടാ പറയല്, ക്ഷീണിച്ചാൽ ഇത് റെസ്റ്റ് ടൈമില്ലേ, ക്യാഷ് തരും. ഓ വേണ്ട, ഇല്ല. ഓ എടാ ഫസ്റ്റ് ജയിക്കണവന് 5 ലാക്കാണ് മുത്തേ. എന്താടാ പരിപാടി? പ്ലീസ് ബ്രോ. എടാ നീ അങ്ങനെ ഓക്കെ, അങ്ങനെ ക്യാഷ് ഇടുന്നു. ചലഞ്ച് ജയിച്ചെങ്കിൽ നിനക്ക് തരാം. ചലഞ്ച് ഈ ഫാനെ തരാം, അത്രേ ഉള്ളൂ. പുഷപ്പ് ചെയ്യിച്ചാൽ തരാം. 1 മിനിറ്റ്. ഓക്കെ. എല്ലാവരും വരട്ടെ. അവിടെ ഒരുത്തം കൂടെ പറഞ്ഞേ ഉള്ളൂ. ചലഞ്ച് തുടങ്ങാം. എല്ലാം റെഡിയാ. എടാ റെഡിയാ. എല്ലാവരും വന്നിക്കേ. എല്ലാവരും ഇവിടെ വന്നിക്കേ. ഇവിടെ നിൽക്ക്. എടാ ഇനി വന്നവരൊക്കെ വന്നാൽ നമ്മൾ ഒരുപാട് ഇതിനിട്ട് ഇഴച്ച് നീക്കണ്ട. എല്ലാവരും ഇങ്ങോട്ട് വാ. വാടാ സിദാനെ വാടാ. എല്ലാവരും വാ. സോറി മാറിപ്പോയി. എപ്പോഴും എന്നോട് സിദാനെ അറിയാം വിളിച്ചു പറഞ്ഞാൽ മുത്തേ. സോറി മാറിപ്പോയിട്ടാ സിദാനെ. ഇവൻ റിബക്സ് ഇങ്ങോട്ട് വന്നാണ് ഉദ്ദേശം. ബ്രോ എന്താ പ്ലാൻ? പുഷപ്പ് ചലഞ്ച്. സ്റ്റാർട്ടിങ് 3 2 1 ഗോ. എടുത്തോ. പുഷപ്പ് എടുത്തോ ഗൈസ്. എടുത്തോ. എടാ പുഷപ്പ് എറാ കോയിൻ. അയ്യോ അപ്പം മാറിക്ക്. കോയിൻ ഇല്ലാത്തൊരു മാറിക്ക് കേട്ടാ. മാറിക്ക്. സീല്ല നീ പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കുക. കുറച്ച് കാശ് താ പോലീസ്. പരമശൂതാര് പറയണ. ഓക്കെ എടാ ഇപ്പം ചലഞ്ചിൽ 3 പേരാണ് ഇപ്പം എൻട്രി ആയിരിക്കണം. നമ്മൾ ഫസ്റ്റത്തെ ഒരു 5 മിനിറ്റ് നോക്കാം. 5 മിനിറ്റ് വരെ നോക്കാം. ഓക്കെ. പുഷപ്പ് ചലഞ്ച് നമ്മൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ടാ മുത്തേ. ഇതിനി പെട്ടെന്ന് കഴിയുമെന്തോ. 57 മിനിറ്റാണ് ഫസ്റ്റ് നമ്മൾ ചലഞ്ച് വെച്ച സമയത്ത് 57 മിനിറ്റ് എടുത്ത് ഒരാൾ ജയിക്കാൻ വേണ്ടിയിട്ട്. ഇത് 2ാമത്തെ ടൈമാണ്. നോക്കാം, അത്ര ഞാൻ പറഞ്ഞോളൂ. എടാ പൈസയൊക്കെ ഇപ്പോൾ സെൻഡ് ചെയ്യത്തില്ലടാ. നമ്മളിപ്പോൾ ഇവിടെ ചലഞ്ച് ചെയ്യുമല്ലേ മുത്തേ. ഔട്ട്. നീ ഔട്ടായി. ഔട്ടേ. റുബക്സ് ഔട്ടേ. ഫൈനൽ ഹസനും പരുന്തുവാസുവേ. മുത്തേ എന്താ ഗിയോപ്പ് ചെയ്ത് കളഞ്ഞ? എന്ത് പരിപാടി മുത്തേ? നമ്മൾ സീരിയസ്ലായിട്ട് മടുത്തിലൊട്ടെ നട. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താണ് മുത്തേ? നമ്മളിവിടെ ചലഞ്ച് വയ്ക്കാൻ പിന്നെ എന്ത് പരിപാടി? ഓക്കെ എന്തായാലും നമുക്ക് എടാ പ്രോത്സാഹിപ്പിര് എല്ലാവരും. പരുന്ത് മുത്തേ ഫൈനലാണ്. പരുന്ത് വാസു CPMലെ പരുന്ത് വാസു വെസ് ഹസൻ നൻപൻ. ഓക്കെ ഗൈസ് ലെറ്റ്സ് സീ ഗൈസ്. എടാ റുബാക്സ് ഗിയോ പഠിക്കും ഞാൻ വിചാരിച്ചില്ല. റുബാക്സ് നോക്കാം മുത്തേ. നോക്കാം. അന്നത്തെ വൈബായിരുന്നു. അന്ന് കൂടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അവരിതായിരുന്നു. ഇപ്പം കുറേ പേരുണ്ടായിരുന്നു, പക്ഷെ ആരും എടുക്കണില്ല. അവർക്ക് മടിയടാ. ഈ 2ാമത്തെ ടൈമിൽ എല്ലാവർക്കും ഭയങ്കര മടി. നോക്കാം മുത്തേ. പരുന്ത് വാസു ജയിക്കൂ, അതാ ഹസൻ നൻപൻ ജയിക്കൂ. നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ അന്ന് ഹസൻ നൻപൻ ഉണ്ടല്ല ഫസ്റ്റ് ടൈം നമ്മൾ ഈ ചലഞ്ച് കളിച്ച സമയത്ത്. അത് കുഴപ്പമില്ല, അതായത് സ്ക്രീൻ ടച്ച് ആയതാണ്. എടാ അത് അങ്ങനെ സംഭവിച്ചാൽ നമ്മളത് ഔട്ടായതായിട്ട് കൂട്ടോടാം. അങ്ങനെ ഉണ്ട്. അത് അങ്ങനെയാണ് മുത്തേ. അന്ന് ഹസൻ വന്നതാണ്. മൂന്നാമതോ നാലാമതാണ്ട് ഹസൻ ഔട്ടായി പോയി നമ്മൾ ഫസ്റ്റ് ടൈം ഈ ചലഞ്ച് വെച്ച സമയത്ത്. നോക്കാം. ഒന്ന് ഇത്തി കൂടെ കട്ടിയായിരുന്നു. പ്ലീസ് എടാ മുത്തേ ഉണ്ടായിരുന്നു മുത്തേ. നമ്മളിവിടെ അങ്ങനെ കൊടുക്കാറില്ല. അതാണ് കേട്ടോ.
അങ്ങനെ കൊടുക്കാറില്ല, അതുകൊണ്ടാണ്. തരാൻ വിഷമമായതുകൊണ്ടല്ല, കൊടുക്കാറില്ല. അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയ പിന്നെ അതിന് വേണ്ടി വരും. അതാണ്. എടാ ഇനിയുള്ളവർ എടുക്കൂല കേട്ടാ, ഇനിയുള്ളവരെ നമ്മൾ കൂട്ടൂലേ. എടാ യുജി മുത്തേ അത് കൂട്ടൂലേട്ടാ. നീ എടുത്തോ, പക്ഷേ സീനില്ല, നമ്മൾ കൂട്ടൂല. ഫൈനലി ഉമ്മാർ തമ്മിലാണ്. ആര് ജയിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എടാ കാണുന്നവന്മാർക്കെല്ലാം മിക്കവാറും നല്ല മടുപ്പടിക്കും കേട്ടോ. കാരണം വെച്ചാൽ ഉമ്മാർ നിർത്താതെ ഈ ചലഞ്ച് തീരൂല. ഒരുത്തൻ നിർത്തണം. ആദ്യം ആര് നിർത്തൂല്ലെന്ന് നോക്കാനായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കണം. ഞാൻ ഇവിടെ എത്ര മണിക്കൂറാണെങ്കിലും ഇവിടെ ഇരിക്കും മുത്തേ. ഒരു വിജയ് വരണ വരെ. ഹസൻ നൻപൻ ഓർ പരുന്തുവാസു. ഹസൻ നൻപൻ ഓർ പരുന്തുവാസു. ചലഞ്ചാണ് മുത്തേ. സീനാണല്ലോ വെച്ചു. ഓക്കെ നോക്കാം. എടാ നിങ്ങളെ ഇവിടെ വിൽക്കണോ ആരും നിങ്ങളിത് നോക്കല് കേട്ടോ. അവന്മാരെല്ലാം നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യാനും ചിലപ്പം പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാർ കാണും, ഡിസ്ട്രാക്ട് ചെയ്യുന്ന ആൾക്കാർ കാണും. ഡാൻസ് കളിപ്പിച്ചാൽ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യും. നിങ്ങൾ ആ പുഷപ്പ് എടുക്കണം, നിർത്തിയാൽ ഔട്ടാവും. മനസ്സിലായില്ലേ? ഹസനൊക്കെ നോക്കാം. ആരെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കാം. അത് തന്നെ ഈ വ്യൂ ഇട്ട് നോക്കാം. അപ്പം ഇനി വ്യക്തമായിട്ട് കാണാൻ പറ്റും. മുത്തേ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരാളെ ഇതാക്കി പറയാനില്ല. എനിക്ക് ആര് ജയിച്ചാലും കുഴപ്പമില്ല, ഹസൻ ജയിച്ചാലും കുഴപ്പമില്ല, പരുന്തുവാസ് ജയിച്ചാലും കുഴപ്പമില്ല. നമുക്ക് നോക്കാം ഗൈസ്. ഹസൻ നൻപൻ ജയിക്കൂ അതാ പരുന്തുവാസ് ജയിക്കൂ. മുത്തേ ലേറ്റ്സ് ഗോ ചേട്ടാ. അവിടെ എല്ലാവരും അവരൊന്ന് സപ്പോർട്ട് ചെയ്യണം. വാമ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കും മുത്തവന്മാരെ. ഓ ബ്രദർ, ഇത് ഇത്തിരി കാടിക്കും കേട്ടാ. നമ്മൾ ഹസൻ ഫാൻസ് എന്നാ. ഓക്കെ. എടാ റിവെക്സ് പറഞ്ഞേക്കണം, നമ്മൾ ഹസൻ ഫാൻസ് എന്നാണേ. ഇവിടെ ഒന്ന് നൈസായിരുന്നു. ഒന്ന് കോച്ച് വരെ വന്നു. ഫസ്റ്റ് ടൈം കളിച്ച് പുഷപ്പ് ചലഞ്ച് എടുത്തതായിരുന്നു വൈബ്. രണ്ടാമതായപ്പോൾ ഇത് ആൾക്കാർ കുറഞ്ഞു പോയി. അതാണ് പ്രശ്നമായിപ്പോയി. മാതിരി എടാ റിവെക്സ് ഒക്കെ പെട്ടെന്ന് ഗിയോ പഠിച്ച. അതാണ് ഗിയോ പഠിക്കാൻ അന്ന് ഭയങ്കര കട്ടിയായിരുന്നു. അന്ന് ഒരുത്തനും ഗിയോ പഠിക്കില്ലെന്ന രീതിയിലായി. അത്ര ഇതായിരുന്നു. യെസ് മച്ചി എന്നാ. ഓക്കെ. ഞാൻ സ്പോൺസറാണേ മുത്തേ, ഞാൻ സ്പോൺസറാണേ. ഇവിടെ അന്ന് ചീറ്റിങ് വരെ നടന്നേനാ. സത്യം പറഞ്ഞ ഞാൻ ഈ ടൈപ്പ് ചെയ്യുന്ന സമയം ഉണ്ടല്ല, ആ സമയത്ത് പെട്ടെന്ന് ഒരാൾ എണീച്ചിട്ട് മാറിക്കളഞ്ഞ്. ഞാൻ ജസ്റ്റ് കണ്ടുകൊണ്ടാണ്. അതായത് മറ്റേ ലവ ഉണ്ടല്ല, ഇവൻ നിഷേപ്പ് അന്ന് ചീറ്റിങ് ചെയ്യാൻ നോക്കിയാണ് മറ്റേ ചലഞ്ചിൽ. ഹസൻ വേസ് വാസു. അത് തന്നെ ഹസൻ വേസ് വാസു മുത്തേ. ഹസൻ വേസ് വാസു ആണ്. ഹസൻ വേസ് വാസു. ലെറ്റ് സി മുത്തേ, ലെറ്റ് സി. അവിടെ ഇത് മടുപ്പീരായിരിക്കും ചിലപ്പോൾ കാണുന്നവർക്ക്, പക്ഷെ ഇത് അങ്ങനെ അല്ലടാ മുത്തേ. ഒരു ചലഞ്ച് ആകുമ്പോൾ അത് അങ്ങനെയല്ലേ മുത്തേ. ഇപ്പോൾ ഫുട്ബോൾ മാച്ച് എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയിട്ട് ഇത് അങ്ങനെയല്ലേ നോക്കണം. അല്ല ഒറ്റയടിക്ക് 2 മിനിറ്റിൽ ഫുട്ബോൾ മാച്ചൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ടൈമിൽ ചെയ്യേണ്ടതാണ്. കുറച്ച് സമയം എടുക്കുമായിരിക്കും. എന്നാലും നമ്മളിതിനൊരിത് കണ്ടിട്ടേ പോകും. ഇവന്മാരിൽ ആരെങ്കിലും ഫോണിൽ ചാർജെങ്കിലും തീരുമല്ല, അങ്ങനെയാലും അവരൊന്നും ഗെയിമിൽ നിന്ന് ഔട്ടെങ്കിലും ആവുമല്ലോ. അത് നോക്കിയാണ് ഞാൻ നിൽക്കണം. നോക്കാം മുത്തേ. പരുന്തുവാസു വെസ് ഹസൻ. വാസു വെസ് ഹസനാണ് മുത്തേ. നോക്കാം. അത്രയും ഞാൻ പറഞ്ഞോളൂ. എടാ നിങ്ങൾ വേണേൽ അവരെ പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. ഓക്കെ, എനിക്കത് ചെയ്യത്തില്ല. കാരണം വെച്ചാൽ ഞാൻ സ്പോൺസറാണ്. എനിക്ക് ഒരാളെ പ്രത്യേകം ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റൂല. പരമശിവമേ നീ വൈകി പോയി കേട്ടോ. നമ്മൾ ചലഞ്ച് തുടങ്ങി കുറച്ച് കഴിഞ്ഞ ശേഷമാണ് നീ വന്നത്. അതുകൊണ്ട് നമ്മൾ കൂട്ടത്തില്ല നിന്നെ. അടുത്ത ചലഞ്ച് വയ്ക്കുമ്പോൾ നമുക്ക് സെറ്റാക്കാം മുത്തേ. അത് നേരത്തെ പറഞ്ഞു അങ്ങനെ, ഇല്ലെങ്കിൽ അത് യുവന്മാർക്ക് ഇതാവും. എന്തായാലും നോക്കാം. 10 പേര് ലൈവാണുണ്ട് ഗൈസ്. എനിക്ക് അറിഞ്ഞൂടാ. ഹസനൊക്കെ ഓടിക്കളഞ്ഞു. ഹസനൊക്കെ പോയി. എടാ ഹസനെന്ന് പറയടാ. ഹസനൊക്കെ പെട്ടെന്ന് ബോറടിച്ച് കേട്ടാ മുത്തേ. നോക്കാം. എടാ എനിക്ക് ഈ ചാറ്റൊന്നും നോക്കത്തില്ല പെട്ടെന്ന്. ആ സമയത്ത് അവന്മാർ ഇതായി കളയും. യുവന്മാർ രണ്ടുപേരെ എനിക്ക് ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കണം. ഒരുത്ത അനങ്ങിയാലും എനിക്ക് ഇതാക്കണം മുത്തേ. അതുകൊണ്ട് എനിക്കിത്തിരി ഇതാണ്, ശ്രദ്ധ തിരിക്കാൻ പറ്റൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മുത്തേ. എന്തായാലും നമുക്ക് നോക്കാം. യുവന്മാർ പരമശിവൻ വാസ് ഡിസ്കണക്റ്റഡ് എന്ന്. ഓക്കെ. ലെറ്റ് സി. വാസു വെസ് ഹസൻ. ഉറപ്പിടുന്നേ. അവന്മാർ ലൈവ് ആണോ ഒരിക്കും എന്താ അറിഞ്ഞൂടെ. ഓക്കെ നോക്കാം. താങ്ക്സ് ഇടാം. ഓക്കെ. എന്നിട്ട് അവന്മാരെ കാട്ടി ചാറ്റ് ചെയ്യാനുണ്ട്. നോക്കാം.